അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ടാണ്. കാരണം എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സസ് എടുത്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കവർ ചെയ്ത ടോപ്പിക്സിൻ്റെ നോട്ടാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഞാൻ എടുത്തു തരുന്നുണ്ട്. നോട്ട്സ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. അപ്പം അതാണിന്ന് പരിചയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ MSW001 ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൻ്റേതാണ് കേട്ടോ. ഇത് ഞാൻ ബ്ലോക്ക് വൈസായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിങ്ങിൽ വെച്ചിരിക്കുന്നത്. ക്യാമറ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചോളുക. ഇതിൽ റെഡ് ലൈൻ വെച്ച് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. അത് എത്ര മാർക്കിനാണ് ചോദിച്ചതെന്നാണ് 10, 5, 20 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ടിക്ക് ഇട്ടതായിട്ട് കാണാൻ പറ്റും ചുമന്ന ലൈൻ കൊണ്ട് തന്നെ. അതിൻ്റെ അർത്ഥം അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ബ്ലോക്ക് 1 ആണ് ഈ കാണിക്കുന്നത്. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3. അതുപോലെ തന്നെ ബ്ലോക്ക് 1ൻ്റെ യൂണിറ്റ് 4, യൂണിറ്റ് 5 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 2 പരിചയപ്പെടാം. ഇതാണ് ബ്ലോക്ക് 2. ബ്ലോക്ക് 2ൻ്റെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3. ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതിൻ്റെ യൂണിറ്റ് 4 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. അതിനുശേഷം ബ്ലോക്ക് 3 ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റെഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്, മാർക്ക് കൊടുത്തിരിക്കുന്നത്, റെഡ് റൗണ്ട് ഇട്ടിരിക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. ബ്ലോക്ക് 3യുടെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 3യുടെ യൂണിറ്റ് 4 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് 20 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയാണ്. അത് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഒബ്ജക്റ്റീവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ആണിത്. ഇതും ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് കേട്ടോ. സോഷ്യൽ വർക്ക് നേരിടുന്ന പ്രശ്നങ്ങളാണ്, ഒബ്സ്റ്റക്കിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടാമത് 20 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. എമർജൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ. ഇതും ഞാൻ പോർഷൻ ക്ലാസ് എടുത്തതാണ്. അതിൻ്റെ പോയിൻറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. യൂണിവേഴ്സലിസം, ഇമ്പീരിയലിസം, മണ്ടൽ മോഡലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോഷ്യൽ വർക്കിൻ്റെ ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ, സെൻട്രൽ ടോപ്പിക്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? 9 എണ്ണം ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 4 കോൺസെപ്ഷ്യൽ ഡൊമൈൻസ് ആണുള്ളത്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ 2, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ തന്നെ കാര്യങ്ങളാണ്. മെത്തേഡ്സും. ഓക്കെ, 1, 2 ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് വീണ്ടും 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ വർക്ക്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിയൽ ഇൻ ഇന്ത്യയാണ് ഈ പോയിൻറ്റ്സ് ഇത്രയും. ശേഷം ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഓഡിയൽ, സ്കോപ്പ് ഇൻ ഇന്ത്യയാണ് താഴെ കാണുന്നത് കേട്ടോ. ഇതും സ്കോപ്പ് ഇൻ ഇന്ത്യയാണ്. ഈ 3 പോയിൻറ്റ്സ് വ്യക്തമായോ? ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡിജീനൈസേഷൻ ഓഫ് സോഷ്യൽ വർക്ക് നോളജ്. അതിൻ്റെ പോയിൻറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ ആണ് കേട്ടോ.
ഓക്കെ, ഇത് NASW കോഡ് ഓഫ് എത്തിക്സ് ഞാൻ കവർ ചെയ്ത പോർഷനാണ്. നോട്ട്സ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കോർ വാല്യൂസ് ആണ് 6 പർപ്പസ് ഓഫ് NASW എത്തിക്സ് അതും 6 അതാണ് കാണിച്ചിരിക്കുന്നത്. കോർ പർപ്പസ് ആൻഡ് വാല്യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 6. ഇനി NASWൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കൂ. ഓക്കെ, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 6 കോർ വാല്യൂ ബേസ്ഡ് ആണ്. സർവീസ്, സോഷ്യൽ ജസ്റ്റിസ് കാണാൻ പറ്റുന്നുണ്ടോ? ഡിഗ്നിറ്റി, ഇമ്പോർട്ടൻസ്. ഓക്കെ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് 6. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ കേസ് വർക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ടു ദ വെസ്റ്റ് ആൻഡ് ഇൻ ഇന്ത്യ. ചാരിറ്റി ഒരു പോയിന്റ്സ് ആണ്. ഡെമോക്രസി, ഇൻഡിവിജ്വലൈസേഷൻ, ഏർലി ബിഗിനിങ്സിൻ്റെ കാര്യം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള പോർഷനാണ് കേട്ടോ, അതിൻ്റെ പോയിന്റ്സ് ആണിത്. മേരി റിച്ച്മണ്ടിൻ്റെ ഫ്രൂയിഡിയൻ ഫിലോസഫി എക്കണോമിക് ഡിപ്രഷൻ ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഏർലി ബിഗിനിങ്സിൽ വരുന്നതാണ്. ഓക്കെ, (1950s) 60s കാര്യമാണ്. അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിഫൈൻ കമ്മ്യൂണിറ്റി വർക്ക്. ഓക്കെ, ഡിഫൈൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ 4 പോയിന്റ്സ് ആണ്. ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു MG റോസ്. സിമിലാരിറ്റീസ് എഴുതിയിട്ടുണ്ട്, ഡിഫറൻസസും എഴുതിയിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമല്ലോ. അടുത്ത ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഇൻ ദ വെസ്റ്റ് ആൻഡ് ഇന്ത്യ. സോൾട്ട് സത്യാഗ്രഹ, നാരായൺ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആക്ഷൻ ആൻഡ് ഇതൊക്കെ ആ ടോപ്പിക്സിൻ്റെ ബാക്കിയാണ് കേട്ടോ. 11ാമത്തെ ചോദ്യം എന്താണ്ട് കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് റിസർച്ച് ടു പ്രാക്ടീസ്. മെയിൻ പോയിന്റ്സ് ആണ്. എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പന്ത്രണ്ടാമത്തെ ചോദ്യം പ്ലേസ് ഓഫ് ദ മെത്തേഡ് ഓഫ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻ സോഷ്യൽ വർക്ക്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഇടാൻ പറ്റുമോ എന്ന് ഇനി ഡൗട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നോട്ട്സ് അങ്ങിടുവാണേ. ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണെങ്കിലും പിടി കിട്ടും കേട്ടോ. കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ തന്നെയാണല്ലോ. ജനറലിസ്റ്റ് പ്രാക്ടീസും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ജനറൽ സിസ്റ്റംസ് തിയറി വേറെ സബ്ജക്ട്സിലും നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ക്ലോസ്ഡ് സിസ്റ്റം, ജനറൽ സിസ്റ്റം തിയറി, അടുത്ത എക്കോളജിക്കൽ സിസ്റ്റംസ് തിയറി.
റീസൺസ് ഫോർ സ്ട്രെസ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും നോട്ട്സാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.